dearest sisters and brothers, all of you who are sitting waiting in the heat here for me today, I welcome you to this meeting and I thank you very much for being here. ഈ വേദിയിലുള്ള ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും ഐക്യജനാധിപത്യ മുന്നണിയുടെ മുതിർന്ന നേതാക്കളെ, അവിടെ ഇത്രയും ചൂടിൽ എനിക്ക് വേണ്ടി ഇത്രയും നേരമായി അവിടെ കാത്തിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, നിങ്ങളെ എല്ലാവരെയും ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. I have to tell you that before I became MP from Wayanad, when my brother used to come to Kerala, he used to always come back home and say, I love being in Kerala, I love being in Kerala. And I didn't understand why. ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്, വയനാട്ടിൽ നിന്ന് ഒരു ജനപ്രതിനിധിയായി ഞാൻ തിരഞ്ഞെടുക്കപ്പെടുന്നതിന് മുൻപ് എൻ്റെ സഹോദരൻ കേരളത്തിൽ വന്നിട്ട് തിരിച്ചു വന്നിട്ട് എപ്പോഴും എന്നോട് പറയും, എനിക്ക് കേരളത്തെ ഭയങ്കര ഇഷ്ടമാണ്, കേരളത്തെ ഞാൻ സ്നേഹിക്കുകയാണ് എന്ന് അദ്ദേഹം വീണ്ടും വീണ്ടും പറയും. പക്ഷെ അത് എന്തുകൊണ്ടാണെന്ന് അന്ന് എനിക്ക് മനസ്സിലായിരുന്നില്ല. But now that I have been MP from Wayanad for the last 1 year, I've understood. Because I just have to set foot in your beautiful state and I feel happy. There is a magic in your land. പക്ഷേ വയനാട്ടിൽ നിന്ന് കഴിഞ്ഞ ഒരു വർഷമായി ജനപ്രതിനിധി ആയതിനു ശേഷം എനിക്ക് മനസ്സിലാകും അത് എന്തുകൊണ്ടാണെന്ന്. ഞാൻ കേരളത്തിലോട്ടൊന്ന് വന്നാൽ മതി, ഈ മനോഹരമായ ഭൂമിയിലേക്ക് കാലെടുത്ത് വെക്കുന്ന സമയം മുതൽ എൻ്റെ മനസ്സിൽ സന്തോഷമാണ്. അതാണ് കേരളത്തിന്റെ മായാജാലം, ഈ ഭൂമിയുടെ മാന്ത്രികത എന്ന് പറയുന്നത്. And in this 1 year that I have represented a small part of your state, I have learnt a lot. Mostly from you, from the way you live your lives, from your traditions, your culture, and from the struggles that you face every day. കഴിഞ്ഞ ഒരു വർഷം കേരളത്തിന്റെ ഒരു ചെറിയ ഭാഗത്തെയാണ് ഞാൻ പ്രതിനിധാനം ചെയ്യുന്നത്. പക്ഷെ അവിടെ നിന്ന് ഞാൻ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. നിങ്ങളുടെ സംസ്കാരത്തിൽ നിന്ന്, നിങ്ങളുടെ പാരമ്പര്യത്തിൽ നിന്ന്, നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളുടെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുന്നത്, അതിൽ നിന്ന് ഒക്കെ നിങ്ങൾ നേരിടുന്ന സംഘർഷത്തിൽ നിന്നെല്ലാം ഞാൻ പഠിച്ചിട്ടുണ്ട്. This is a land of revolutionary thinkers like Narayan Guruji. ശ്രീ നാരായണ ഗുരുവിനെ പോലെയുള്ള വിപ്ലവകരമായ ചിന്തകളുള്ള ഉണ്ടായിരുന്ന മനുഷ്യരുടെ നാടാണിത്. He was one of the great inspirations of Mahatma Gandhi ji. മഹാത്മാഗാന്ധിയുടെ ഏറ്റവും വലിയ പ്രചോദനങ്ങളിൽ ഒന്നായിരുന്നു, ഒരു വ്യക്തിയായിരുന്നു ശ്രീ നാരായണ ഗുരു. And in many ways you still live those traditions today. ഇന്നും പല രീതിയിലും അവരുടെയൊക്കെ പാരമ്പര്യങ്ങൾ നിങ്ങൾ ഇന്നും ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. The traditions of free expression, of good education, of equality, of love and compassion for each other. സ്വതന്ത്രമായ ആശയാവിഷ്കാരത്തിന്റെ, നല്ല വിദ്യാഭ്യാസത്തിന്റെ, അതുപോലെ തന്നെ സമത്വത്തിന്റെ, മറ്റുള്ളവരോട് സ്നേഹത്തിന്റെ, സഹാനുഭൂതിയുടെ ഒക്കെ പാരമ്പര്യമാണ് നിങ്ങൾ ഇന്നും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. And I have no hesitation in saying that the spirit of Kerala is the true spirit of India. എനിക്ക് പറയാൻ ഒരു മടിയില്ല, കേരളത്തിന്റെ ആത്മാവ്, കേരളത്തിന്റെ തനിമ എന്ന് പറയുന്നതാണ് ഇന്ത്യയുടെ യഥാർത്ഥ ആത്മവീര്യം എന്ന് പറയാൻ എനിക്കൊരു മടിയുമില്ല. Where for centuries Hindus, Muslims, Christians have lived as brothers and sisters, have lived peacefully among each other. പരസ്പരം ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഇവിടെ നൂറ്റാണ്ടുകൾ സഹോദരങ്ങളായി ജീവിച്ചു, പരസ്പര സ്നേഹത്തോടു കൂടി ഇവിടെ ജീവിച്ചു, ഒരുമിച്ച് ജീവിച്ചു. And this spirit is reflected in all of you, no matter where you are. നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങൾ എല്ലാവരിലും കേരളത്തിന്റെ ഈ ആത്മചൈതന്യം പ്രതിഫലിച്ചുകൊണ്ടിരിക്കുകയാണ്. My brother Rahul recently spoke about how we had been looking after my mother in hospital and how the nurses from Kerala took care of her as if she was their own mother. ഈയിടെ അടുത്ത കാലത്ത് എൻ്റെ സഹോദരൻ രാഹുൽ പറയുകയുണ്ടായി, എൻ്റെ അമ്മ ആശുപത്രിയിലായിരുന്ന സമയത്ത് കേരളത്തിലെ നഴ്സുമാർ എങ്ങനെയാണ് എൻ്റെ അമ്മയെ നോക്കിക്കൊണ്ടിരുന്നത്, സ്വന്തം അമ്മയെ പോലെ എൻ്റെ അമ്മയെ എങ്ങനെയാണ് നോക്കിക്കൊണ്ടിരുന്നതെന്ന് അദ്ദേഹം അടുത്ത കാലത്ത് പറയുകയുണ്ടായി. When I meet people in my constituency, ginger farmers, paddy farmers, people who are toiling, tilling the soil for a livelihood, I see in their hard work, in their dedication, in their diligence, the spirit of Kerala. ഞാൻ എൻ്റെ നിയോജക മണ്ഡലത്തിലെ കർഷകരെ കാണുമ്പോൾ, ഇഞ്ചി കർഷകരെ കാണുമ്പോൾ, നെൽ കർഷകരെ കാണുമ്പോൾ, കഷ്ടപ്പെടുന്നവരെ കാണുമ്പോൾ അവരിൽ ഞാൻ കേരളത്തിന്റെ ഈ ഒരു തനിമ, കേരളത്തിന്റെ ആത്മവീര്യം, കേരളത്തിന്റെ വിവേകം എല്ലാം ഞാൻ അവരിൽ കാണുകയാണ്. When I meet dairy farmers who look after their livestock as if
They are their own children. I see the spirit of Kerala. അവിടുത്തെ ക്ഷീര കർഷകർ അവിടുത്തെ കന്നുകാലികളെ സ്വന്തം കുഞ്ഞുങ്ങളെ പോലെ നോക്കുന്നത് കാണുമ്പോൾ കേരളത്തിന്റെ ആ ചൈതന്യം എനിക്ക് അവിടെ കാണാൻ സാധിക്കും. When I meet Asha and Anganwadi workers working day and night, available 24 hours a day for any emergency call, to be of help to society, to be of help to their sisters, I see the spirit of Kerala. അവിടുത്തെ ആശാ പ്രവർത്തകരെ, അംഗൻവാടി പ്രവർത്തകരെ 24 മണിക്കൂറും രാവും പകലും ഒരു അത്യാവശ്യം വരുമ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആ ആശാ പ്രവർത്തകരെ, അംഗൻവാടി പ്രവർത്തകരെയും കാണുമ്പോൾ എനിക്ക് അവിടെ കേരളത്തിന്റെ ചൈതന്യം കാണാൻ സാധിക്കും. In the Catholic sisters I worked with for many years in Delhi, in the way that they took care of orphan children as if they were their own, I see the spirit of Kerala. ഡൽഹിയിൽ ഞാൻ വളരെ കാലം ഒരുമിച്ച് പ്രവർത്തിച്ച കത്തോലിക് സന്യാസിനിമാർ അവർ അനാഥരായ കുട്ടികളെ സ്വന്തം കുട്ടികളെ പോലെ നോക്കുന്നത് കാണുമ്പോൾ അവരിൽ ഞാൻ കേരളത്തിന്റെ ചൈതന്യം കാണുന്നു. In the fishermen and women who set out to sea every day, who face all sorts of difficulties today, who do not have the required support that they need, but the courage with which they face the seas, I see the spirit of Kerala. മത്സ്യത്തൊഴിലാളികളെ ആഴക്കടലിലേക്ക് ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ട് ധൈര്യത്തോടു കൂടി പോകുന്ന വേണ്ടത്ര പിന്തുണ ലഭിക്കാത്ത മത്സ്യത്തൊഴിലാളികളെ കാണുമ്പോൾ അവരിൽ ഞാൻ കേരളത്തിന്റെ സ്പിരിറ്റ്, കേരളത്തിന്റെ ചൈതന്യം ഞാൻ കാണുന്നു. And yet each group of people, each one that I have named, faces his and her own struggles. ഞാൻ ഈ പറഞ്ഞ ഈ സമൂഹങ്ങളിൽപ്പെട്ട ഓരോരുത്തരും അവരുടേതായ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. I was talking to one of the nurses in the hospital. She was telling me how she was qualified when she first finished her studies, but she couldn't find a job over here in her own state. ഞാൻ ആശുപത്രിയിലെ ഒരു മലയാളി നഴ്സിനോട് കൂടി സംസാരിക്കുകയായിരുന്നു. ആ കുട്ടി പറയുകയായിരുന്നു പഠിച്ചു കഴിഞ്ഞിട്ട് ആ കുട്ടിക്ക് കേരളത്തിൽ നാട്ടിൽ ഒരു ജോലി കിട്ടാൻ സാധിച്ചില്ല, ജോലി കിട്ടിയില്ല. She said most of the opportunities available to her expected for that she works as an intern without being paid. ഇവിടെ കേരളത്തിൽ ലഭ്യമായിരുന്ന പല അവസരങ്ങളിലും അവിടെ ശമ്പളം കിട്ടാതെ ഒരു ഇന്റേൺ ആയിട്ട് മാത്രം ജോലി ചെയ്യാനുള്ള അവസരങ്ങളായിരുന്നു ആ കുട്ടിക്ക് ഉണ്ടായിരുന്നത്. And when she finally found a job, the salary was so low that she felt it wasn't worth it after everything that she had studied. അത് മാത്രമല്ല അവസാനം ആ കുട്ടിക്ക് ഒരു ജോലി കിട്ടിയപ്പോൾ വളരെ ചെറിയൊരു ശമ്പളമാണ്. ഇത്രയും പഠിച്ചിട്ട് ആ ചെറിയ ശമ്പളത്തിൽ ജോലി ചെയ്യേണ്ട ഒരു കാര്യമില്ലെന്ന് ആ കുട്ടിക്ക് തോന്നി. And this is how she chose to move to Delhi. അതുകൊണ്ടാണ് ആ പെൺകുട്ടി കേരളത്തിൽ നിന്ന് ഡൽഹിയിൽ വന്ന് ഇന്ന് ജോലി ചെയ്യുന്നത്. In search of a well-paying job. അതായത് നല്ല ശമ്പളം കിട്ടുന്ന ഒരു ജോലിക്ക് വേണ്ടിയാണ് അവിടെ എത്തിയത്. Unfortunately, in Kerala the health system is crumbling. ദൗർഭാഗ്യം എന്ന് പറയട്ടെ, കേരളത്തിലെ ആരോഗ്യ മേഖല കേരളത്തിൽ നിന്ന് തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. And even though you have the most qualified people, there is a shortage of staff. The public health facilities are not adequate. There's not enough equipment. There's not enough medicine available for you. ഇവിടെ മികച്ച കഴിവുള്ള ധാരാളം ആളുകൾ ഉണ്ടെങ്കിലും അവിടെ ജീവനക്കാർ കുറവാണ്, അതുപോലെ തന്നെ സംവിധാനങ്ങൾ കുറവാണ്, ഉപകരണങ്ങൾ കുറവാണ് കേരളത്തിന്റെ ആരോഗ്യ മേഖലയിൽ. Job creation is at a low. കേരളത്തിൽ തൊഴിലുണ്ടാകുന്നത് ഏറ്റവും താഴത്തെ നിലയിലാണ്. In the same way, all the farmers I named, whether it's dairy farmers, whether it's coffee farmers, tea farmers, banana farmers, rubber farmers, everybody is facing difficulty. അതുപോലെ ഞാൻ കർഷകരെ കുറിച്ച് പറഞ്ഞു. അത് കാപ്പി കർഷകരാവട്ടെ, വാഴ കർഷകരാവട്ടെ, ഏത് തരത്തിലുള്ള കർഷകരാവട്ടെ, അവരെല്ലാം നിരവധി പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോകുന്നത്. While the prices for everything are rising, the support you are receiving from your government is just not enough for you to be earning well anymore. എല്ലാത്തിന്റെയും നമ്മുടെ ചുറ്റുമുള്ള സാധനങ്ങളുടെ എല്ലാം വില കൂടുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്ന പിന്തുണ ഒരു ജീവിതം നല്ല രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകാൻ സഹായകമാകുന്നതല്ല. We all know how the Asha and Anganwadi workers protested for months and months without being heard. നിങ്ങൾക്കറിയാം കേരളത്തിലെ ആശയ അംഗൻവാടി പ്രവർത്തകർ എത്ര നാളുകൾ സമരം ചെയ്തിട്ടും അവർ കേൾക്കപ്പെടാതെ എത്ര നാൾ സമരം ചെയ്തു എന്ന് നിങ്ങൾക്കറിയാം. Their voice was silenced, and finally the government only heard them when the elections were coming near. അവരുടെ ശബ്ദം നിശബ്ദമാക്കപ്പെടുകയായിരുന്നു. അവസാനം ഗവൺമെന്റ് അവരെ കേട്ടത് തെരഞ്ഞെടുപ്പ് വരാറായപ്പോൾ മാത്രമാണ്. And the government showed a lack of understanding for their lives and their problems. അവരുടെ ജീവിതത്തെക്കുറിച്ച് അവരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള ഒരു താല്പര്യം ഈ ഗവൺമെന്റ് കാണിച്ചില്ല. I had the good fortune to
interact with many of them in Wayanad, and I was surprised at how little they get for how hard they work. ഞാൻ പല ആശാപ്രവർത്തകരോടും വയനാട്ടിലുള്ളവരോട് ഞാൻ സംസാരിക്കേണ്ടായി. ഞാൻ അതിശയിച്ചു പോയി. അവർ ഇത്രയും കഷ്ടപ്പെടുമ്പോൾ അതിന് എത്ര തുച്ഛമായ ശമ്പളമാണ്, പ്രതിഫലമാണ് അവർക്ക് ലഭിക്കുന്നതെന്ന് ഓർത്ത്. And they told me how earlier they used to volunteer, but now they are expected to be available on duty 24 hours a day. അവർ പറയുകയായിരുന്നു, മുമ്പ് അവരെ സന്നദ്ധ പ്രവർത്തകരെ പോലെ കണ്ടിരുന്നു, പക്ഷെ ഇപ്പൊ അവരെ 24 മണിക്കൂറും ജോലിക്ക് ഉണ്ടാകണം എന്ന നിഷ്കർഷയാണുള്ളത്. Again, the government showed a lack of understanding of their lives, of their problems. വീണ്ടും ആ ഗവൺമെന്റ് അവരുടെ ജീവിതവും പ്രശ്നങ്ങളും മനസ്സിലാക്കാൻ ഒരു താല്പര്യവും കാണിച്ചില്ല. Today, when the prices of fuel are rising so much, one of the worst affected people are the fisher folk. ഇന്നിപ്പോ ഇന്ധനവില ഇങ്ങനെ കുതിച്ചുയരുമ്പോ ഏറ്റവും കൂടുതൽ ഇതിനാൽ ബാധിക്കപ്പെടുന്നത് മത്സ്യത്തൊഴിലാളികളാണ്. No opportunities have been given to you or created for you through the tourism sector. അതുപോലെ തന്നെ വിനോദസഞ്ചാര മേഖലയിൽ നിങ്ങൾക്ക് വേണ്ടി യാതൊരു അവസരം ഉണ്ടാക്കുന്നില്ല. While the ports are taken over by big industrialists coming from outside Kerala, you have to suffer, you have to face your difficulties all on your own. കേരളത്തിന് പുറത്തു നിന്ന് വരുന്ന വലിയ വ്യവസായികൾ ഇവിടുത്തെ തുറമുഖങ്ങൾ ഏറ്റെടുക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെയാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ നേരിടേണ്ടതും അത് അഭിമുഖീകരിക്കേണ്ടിയും വരുന്നത്. So as an MP from Kerala, somebody who represents a small section of your state, I feel bad when I travel my constituency because I see so much opportunity for help and support. I see so many chances that people could be given. I see so many areas in which jobs could be created. So many ways in which tourism could be strengthened, in which farmers could be strengthened, in which our fisher folk like you can be made stronger and financially independent to stand up on your own feet. And I see these opportunities wasted every day. എനിക്ക് കേരളത്തിലെ ഒരു പാർലമെന്റ് അംഗം എന്ന നിലയിൽ എൻ്റെ നിയോജക മണ്ഡലത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ വളരെയധികം സങ്കടമുണ്ട്. കാരണം പല ഭാഗത്തും ഞാൻ പല അവസരങ്ങൾ കാണുന്നു. നിങ്ങളെ സഹായിക്കാനുള്ള, നിങ്ങളുടെ ജീവിതം സുഗമമാക്കാനുള്ള ഒരുപാട് അവസരങ്ങൾ, കർഷകർക്ക് വേണ്ടിയുള്ള അവസരങ്ങൾ, മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള അവസരങ്ങളൊക്കെ കാണുന്നു. പക്ഷേ ഈ അവസരങ്ങൾ ഒന്നും ഉപയോഗിക്കാതെ പാഴാക്കി കളയുമ്പോൾ എനിക്ക് വളരെയധികം വേദനയുണ്ട്. I say this genuinely from my heart. It is difficult for us in the opposition to come to you and to want to do so much, but to see that our hands are tied because you have a state government that is negligent of your needs and negligent of what is required for you to progress and to move forward fast. ഞാൻ നിങ്ങളോട് വളരെ ആത്മാർത്ഥമായിട്ട് ഹൃദയത്തിൽ നിന്ന് പറയുകയാണ്, ഓപ്പോസിഷൻ പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു പാർട്ടിയുടെ MP എന്ന നിലയിൽ ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹമുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട്. പക്ഷെ ഞങ്ങളുടെ കൈകൾ കെട്ടിയിരിക്കുകയാണ്. കാരണം ഈ നാട്ടിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാത്ത, ആ പ്രശ്നങ്ങളെ അവഗണിക്കുന്ന ഒരു സംസ്ഥാന സർക്കാർ ഇവിടെ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുന്നില്ല. There is so much that we want to do and so much that we can do if we put our resources together. നമ്മുടെ വിഭവങ്ങളൊക്കെ ഒരുമിച്ച് കൊണ്ടുവരുവാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്നുമുണ്ട്. That it is sad to see a state government that has been in power for so long and provided you with less and less opportunity the longer they have stayed in power. 10 വർഷം ഇത്രയും കാലം, ഇത്രയും ദീർഘകാലം അധികാരത്തിലിരിക്കുന്ന ഒരു ഗവൺമെന്റ് നിങ്ങൾക്ക് വളരെ കുറച്ച് അവസരങ്ങൾ മാത്രമേ തന്നിട്ടുള്ളൂ. നിങ്ങൾക്ക് ഓരോ പ്രാവശ്യവും തരുന്നത് കുറഞ്ഞു കുറഞ്ഞു വരികയാണെന്ന് ഓർക്കുമ്പോൾ വളരെയധികം വിഷമമുണ്ട്. So many of your brothers, sisters, sons, daughters have had to leave and go abroad to make a livelihood. ജീവിക്കാൻ വേണ്ടി നിങ്ങളുടെ ഒരുപാട് പേരുടെ മക്കൾക്ക്, സഹോദരിമാർക്കൊക്കെ വിദേശത്ത് പോകേണ്ട ഒരു അവസ്ഥ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. And as you know now, we are heading for even more difficult times. ഇപ്പൊ നിങ്ങൾക്കറിയാം, നമ്മൾ വളരെ ബുദ്ധിമുട്ടുള്ള സമയങ്ങളിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. Because of the crisis in the Middle East, so many of our brothers and sisters are stranded there. മധ്യേഷ്യയിൽ, ഗൾഫിൽ നടക്കുന്ന സംഘർഷം കൊണ്ട് നിങ്ങൾക്കറിയാം, നമ്മുടെ ഒരുപാട് സഹോദരന്മാർ അവിടെ പെട്ടുകിടക്കുകയാണ്. Their families are sick with worry, wondering whether their children will be safe, whether their family members will be safe over there. നമ്മുടെ ഗൾഫിലുള്ള ആളുകളുടെ കുടുംബാംഗങ്ങളൊക്കെ വളരെയധികം വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ കുട്ടികൾ അവിടെ സുരക്ഷിതരാണോ എന്നോർത്ത്, അവരുടെ ബന്ധുക്കൾ അവിടെ സുരക്ഷിതരാണോ എന്നോർത്ത് വളരെയധികം വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. And unfortunately, the policies of the Modi government have provided them with no security and safety.
at this difficult time. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, മോദി ഗവൺമെന്റിന്റെ നയങ്ങൾ അവർക്ക് ഒരു വിധത്തിലുള്ള സുരക്ഷിതത്വവും ഈ കാലഘട്ടത്തിൽ ഈ ബുദ്ധിമുട്ടുള്ള സമയത്ത് നൽകുന്നില്ല എന്ന് തന്നെ പറയേണ്ടി വരും. He has chosen instead to bow down before America and Israel and create a situation in which India will suffer along with the other nations പക്ഷേ എന്താണ് that support them. പക്ഷെ എന്താ സംഭവിക്കുന്നതെന്നറിയോ? നരേന്ദ്രമോദി അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും മുമ്പിൽ തലകുനിച്ചു കൊടുത്തുകൊണ്ട് മറ്റു രാജ്യങ്ങളെ പോലെ ഇന്ത്യക്കും കഷ്ടകാലത്തിലൂടെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്നത്. And in the middle of all this, it is the people of India who are paying the price. ഇതിന്റെ എല്ലാം വില കൊടുക്കേണ്ടി വരുന്നത് ഇതിന്റെ എല്ലാം ഇടയിൽ ഈ ഇന്ത്യയിലെ ജനങ്ങളാണ്. As I said, fuel prices are rising every single day. LPG prices are rising every single day. ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ ഇന്ധന വില ഓരോ ദിവസവും ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. പാചകവാതകത്തിന്റെ വില ഓരോ ദിവസവും ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. Our Prime Minister has handed our energy security over to the Americans. നമ്മുടെ പ്രധാനമന്ത്രി ഈ രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷ അമേരിക്കക്കാർക്ക് കൈമാറ്റം ചെയ്തിരിക്കുകയാണ്. He has signed our future away. They tell us who to buy oil from. They tell us when we can buy. They tell us what we should do and how we should do it. അദ്ദേഹം നമ്മുടെ ഭാവി അവർക്ക് തീരെഴുതി കൊടുത്തിരിക്കുകയാണ്. ആരുടെ കയ്യിൽ നിന്ന് നമ്മൾ എണ്ണ വാങ്ങിക്കണം, എപ്പോൾ എണ്ണ വാങ്ങിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് അവരാണ്. And now he has signed a trade deal with them in which Indian people have to buy crores and crores of American goods and Indian farmers have to compete with highly mechanized US farms. അതുമാത്രമല്ല, നരേന്ദ്രമോദി അമേരിക്കയുമായിട്ട് ഒരു വ്യാപാര ഉടമ്പടി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ നിന്ന് കോടിക്കണക്കിന് രൂപ വില വരുന്ന ഉൽപ്പന്നങ്ങൾ അമേരിക്കയിൽ നിന്ന് വാങ്ങിക്കണം. ഇന്ത്യയിലെ കർഷകർക്ക് വളരെയധികം യന്ത്രവൃത്ത സൗകര്യങ്ങൾ ഉപയോഗിക്കുന്ന അമേരിക്കയിലെ കർഷകരോടാണ് ഇനി മത്സരിക്കേണ്ടി വരുന്നത്. And all this for what? Because our Prime Minister is a coward. He has no spine and he is compromised. ഇതെല്ലാം എന്തിനു വേണ്ടിയാണെന്ന് അറിയുമോ? നമ്മുടെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് നട്ടെല്ലില്ലാത്ത ഭീരുവായ ഒത്തുകളിക്കുന്ന ഒരു പ്രധാനമന്ത്രി ആയതുകൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. We are paying every single day because he does not have the guts to stand up for India. ഇന്ത്യക്ക് വേണ്ടി നൂർന്നു നിൽക്കാനുള്ള ധൈര്യം നരേന്ദ്രമോദിക്ക് ഇല്ലാത്തതിന്റെ വില നമ്മൾ ഓരോ ദിവസവും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. We are paying every single day just because his name is in some Epstein files and he needs to protect himself. ഏതോ എപ്സ്റ്റീൻ ഫയലുകളിൽ നരേന്ദ്രമോദിയുടെ പേരുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് സ്വയം സംരക്ഷിക്കേണ്ടതുള്ളത് കൊണ്ട് ഓരോ ദിവസവും അതിന്റെ വില ഇന്ത്യക്കാർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. We are paying every single day as he hands over all the assets of this great nation to his businessmen friends like Adani and Ambani. ഈ രാജ്യത്തിന്റെ ഈ മഹത്തായ രാജ്യത്തിന്റെ മുഴുവൻ ആസ്തിയും അദ്ദേഹത്തിന്റെ വ്യവസായികളായ സുഹൃത്തുക്കളായ അദാനിക്ക് വേണ്ടി അദ്ദേഹം തീരെഴുതി കൊടുക്കുമ്പോൾ ഓരോ ദിവസവും ഇന്ത്യക്കാർ അതിന്റെ വില കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. And I am very sorry to say that the LDF and the Chief Minister of Kerala is like his B team. ഞാന് വിഷമത്തോടു കൂടി ഒരു കാര്യം പറയട്ടെ. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കേരളത്തിന്റെ മുഖ്യമന്ത്രിയും BJPയുടെയും നരേന്ദ്രമോദിയുടെയും ബി ടീമിനെ പോലെയാണ് പ്രവർത്തിക്കുന്നതെന്ന് പറയട്ടെ. Think about it. Name one leader who has stood up and expressed himself or herself against Mr. Narendra Modi and not been attacked either by the Enforcement Directorate, by the Income Tax, by the CBI or by his other agencies. നിങ്ങൾ ഇന്ത്യയിലെ ഒരു നേതാവിന്റെ പേരെടുത്ത് പറയുക. BJPക്കെതിരെ നരേന്ദ്രമോദിക്കെതിരെ സംസാരിച്ചിട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റോ CBIയോ അതുപോലത്തെ ഏജൻസികളോ ആക്രമിക്കാത്ത ഒരു നേതാവിന്റെ പേര് പറയുക. How come none of the left leaders have ever been attacked by him? എങ്ങനെയാണ് കേരളത്തിലെ ഒരു ഇടതുപക്ഷ നേതാവിനെയും ഇതുവരെ നരേന്ദ്രമോദി ആക്രമിക്കാത്തത്? Even when there was a theft in Sabarimala temple, our Prime Minister did not say anything. ശബരിമല ക്ഷേത്രത്തിൽ നിന്ന് ഒരു വലിയ മോഷണം നടന്നിട്ട് പോലും നമ്മുടെ പ്രധാനമന്ത്രി അതിനെക്കുറിച്ച് ഒരു വാക്കും മിണ്ടിയില്ല. Whether it's the BJP or the LDF, please recognize the truth. They are corrupt corporate parties. BJP ആണെങ്കിലും LDF ആണെങ്കിലും ഇതിന്റെ സത്യം ഇതാണ് തിരിച്ചറിയേണ്ടത്. അവർ അഴിമതി നിറഞ്ഞ മുതലാളിത്ത പാർട്ടികളാണെന്നുള്ള സത്യമാണ് തിരിച്ചറിയേണ്ടത്. They have been in power for long enough. It is now time to bring about a change. അവര് അധികാരത്തിൽ കയറിയിട്ട് വളരെ നാളുകളായി. ഇപ്പോ ഒരു മാറ്റം വരുത്തേണ്ട സമയം ഇവിടെ ആയിരിക്കുന്നു. You need a new government. നിങ്ങൾക്ക്
ഒരു പുതിയ ഗവൺമെന്റിന്റെ ആവശ്യം കേരളത്തിനുണ്ട്. A government that understands what your needs are and works hard to provide them first and foremost before anything else. മറ്റെന്തിനേക്കാളും ഉപരിയായി കേരളത്തിലെ ജനങ്ങളുടെ ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കി ആ ആവശ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെന്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ട്. And you need to remind those in power, whether in Kerala or in the center, that there is something known as answerability to the public. ജനങ്ങളോടുള്ള ഉത്തരവാദിത്വം എന്നൊരു കാര്യമുണ്ടെന്ന് അത് കേരളത്തിലെ ഗവൺമെന്റ് ആയാലും കേന്ദ്രത്തിലെ ഗവൺമെന്റ് ആയാലും അവരെ ഓർമ്മിപ്പിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. There is a responsibility, a duty that every person who wants to be a political leader has towards the public. രാഷ്ട്രീയ പ്രവർത്തകരാകാൻ ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തിക്കും ജനങ്ങളോട് പൊതുജനത്തോട് ഒരു ഉത്തരവാദിത്വമുണ്ട്, ഒരു കടമയുണ്ട്. That responsibility, that duty is not to make money and stay in power. ആ ജനങ്ങളോടുള്ള ഉത്തരവാദിത്വം എന്ന് പറയുന്നത് പൈസ ഉണ്ടാക്കി എങ്ങനെയും അധികാരത്തിൽ ഇരിക്കുക എന്നുള്ളതല്ല. It is to provide you with a better future. നിങ്ങൾക്ക് മികച്ച ഒരു ഭാവി നൽകുക എന്നതാണ് ആ ഉത്തരവാദിത്വം. Your state is rich in every possible way. നിങ്ങളുടെ നാട് എല്ലാ രീതിയിലും സമ്പന്നമായ ഒരു സംസ്ഥാനമാണ്, നാടാണ് നിങ്ങളുടേത്. And its greatest richness is its people, all of you. കേരളത്തിന്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് നിങ്ങൾ ഓരോരുത്തരുമാണ്. കേരളത്തിലെ ജനങ്ങളായ നിങ്ങൾ ഓരോരുത്തരുമാണ്. You are intelligent, hardworking, diligent, dedicated, committed. There are so many adjectives to describe you. You are the greatest asset of this state. നിങ്ങൾ ബുദ്ധിയുള്ളവരാണ്, അത്യധ്വാനം നടത്തുന്നവരാണ്, വിവേകമുള്ളവരാണ്, പ്രതിബദ്ധതയുള്ളവരാണ്. മലയാളികളായി നിങ്ങളെ വിശേഷിപ്പിക്കാൻ ഒരുപാട് വിശേഷണങ്ങളുടെ ആവശ്യമുണ്ട്. So I urge you to awaken today to what your state needs, to understand that unless you bring about change today, you are going to suffer for another 5 years. ഞാൻ നിങ്ങളോട് ഇന്ന് ആവശ്യപ്പെടുകയാണ്, നിങ്ങളുടെ സംസ്ഥാനത്തിന് എന്താണ് വേണ്ടതെന്ന് മനസ്സിലാക്കി അതിനെപ്പറ്റി ചിന്തിച്ച് ഉണർത്തെഴുന്നേൽക്കാൻ ഞാൻ ആവശ്യപ്പെടുകയാണ്. എന്താണ് വേണ്ടതെന്ന് നിങ്ങൾ തിരിച്ചറിയുക. നിങ്ങളെ ആവശ്യത്തിൽ കൂടുതൽ ബുദ്ധിമുട്ടി കഴിഞ്ഞിരിക്കുന്നു. You have so many beautiful places right here in this constituency, beaches, backwaters, your historic forts. They have immense tourism potential. They need to be developed for your good. നിങ്ങളുടെ ഈ നിയോജക മണ്ഡലത്തിൽ തന്നെ മനോഹരമായ പ്രദേശങ്ങളുണ്ട്, ബീച്ചുകളുണ്ട്, കായലുകളുണ്ട്, അതുപോലെ തന്നെ ചരിത്രപരമായ കോട്ടകളുണ്ട്. ഈ പ്രദേശങ്ങളൊക്കെ തന്നെ നിങ്ങളുടെ വികസനത്തിന് വേണ്ടി ഇവയൊക്കെ വളർത്തിക്കൊണ്ട് വികസിപ്പിച്ചുകൊണ്ട് വരണം. Ask yourselves, why today this constituency is one of the least developed in the whole state? നിങ്ങൾ സ്വയം ചോദിക്കുക, എന്തുകൊണ്ടാണ് ഇന്ന് ഈ നിയോജക മണ്ഡലം സംസ്ഥാനത്തെ നിയോജക മണ്ഡലങ്ങളിൽ ഏറ്റവും ചെറിയ വികസനമുള്ള ഒരു നിയോജക മണ്ഡലമായി ഇന്ന് നിലനിൽക്കുന്നത്? Why are so many people in Muttalapori and Anjutengu stuck Anjutengu under CRZ regulations, trapped, unable to even have house numbers, shop numbers, registrations, no access to loans? Why is that the situation today after so many years of LDF government? നിങ്ങൾ സ്വയം ചോദിച്ചു നോക്കുക, LDF ഗവൺമെന്റിന്റെ ഇത്ര കാലത്തെ ഭരണത്തിന് ശേഷം എന്തുകൊണ്ടാണ് മുതലപ്പുഴയിലും അഞ്ചുതെങ്കിലും CRS റെഗുലേഷന്റെ ഭാഗമായിട്ട് പലർക്കും ഷോപ്പ് കടകൾക്ക് രജിസ്ട്രേഷൻ ഇല്ല, വീടുകൾക്ക് നമ്പറുകളില്ല? എന്തുകൊണ്ടാണ് ഈ സാഹചര്യം എന്ന് നിലനിൽക്കുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കുക. The coir industry here is crumbling. It urgently needs government support. ഇവിടുത്തെ കയർ വ്യവസായം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് അടിയന്തരമായി ഗവൺമെന്റിന്റെ പിന്തുണ ആവശ്യമുണ്ട്. There is erosion on the coasts that needs to be stopped. അതുപോലെ തന്നെ തീരപ്രദേശങ്ങളിലുണ്ടായ മണ്ണിന്റെ ക്ഷയം അതൊക്കെ ഏറ്റവും കൂടുതൽ നിർത്തലാക്കേണ്ട ആവശ്യമുണ്ട്. And the fisher folk of this area need to be supported so that they can make a better future for their children. തങ്ങളുടെ കുട്ടികൾക്ക് മികച്ച ഒരു ഭാവി ഉണ്ടാക്കാൻ വേണ്ടി ഈ പ്രദേശത്തെ മത്സ്യത്തൊഴിലാളികളെ സംരക്ഷിക്കേണ്ടതിന്റെ, അവർക്ക് പിന്തുണ കൊടുക്കേണ്ടതിന്റെ ആവശ്യമുണ്ട്. They need more subsidies, more modernization and more opportunities. അവർക്ക് കൂടുതൽ സബ്സിഡികൾ ആവശ്യമുണ്ട്, അവർക്ക് കൂടുതൽ ആധുനികവൽക്കരണം ആവശ്യമുണ്ട്, അവർക്ക് കൂടുതൽ അവസരങ്ങൾ ആവശ്യമുണ്ട്. We in the UDF want to give you a hope for a better life. നിങ്ങൾക്ക് മെച്ചപ്പെട്ട ഒരു ജീവിതത്തെക്കുറിച്ചുള്ള പ്രതീക്ഷ നൽകണമെന്ന് ഐക്യജനാധിപത്യ മുന്നണിക്ക് ആഗ്രഹമുണ്ട്. We believe in clean governance. We believe in taking responsibility and we believe in delivering.
ഉത്തരവാദിത്വമുള്ള ഞങ്ങൾ ഉത്തരവാദിത്വം എടുക്കുന്നതിൽ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ സുതാര്യമായ ഒരു ഭരണത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അതുപോലെ ഞങ്ങൾ പ്രവർത്തനത്തിൽ വിശ്വസിക്കുന്നു. You have in this election a chance to bring about some change in your lives. ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ ജീവിതത്തിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തുന്നതിനുള്ള ഒരു അവസരമാണ് നിങ്ങളുടെ മുൻപിലുള്ളത്. You have the chance to bring in a compassionate government that listens to you, that understands your needs and wants to help you. നിങ്ങളെ കേൾക്കുന്ന, നിങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കുന്ന, നിങ്ങളെ സഹായിക്കാൻ താല്പര്യമുള്ള, സഹാനുഭൂതിയുള്ള ഒരു ഗവൺമെന്റിനെ നിങ്ങൾക്ക് ആവശ്യമുണ്ട്. You have a chance to set aside communalized politics and bring in a politics of development, of modernization. വർഗീയതയുടെ രാഷ്ട്രീയത്തെ മാറ്റി നിർത്തിക്കൊണ്ട് വികസനത്തിന്റെയും ആധുനികവൽക്കരണത്തിന്റെയും രാഷ്ട്രീയത്തെ കൊണ്ടുവരാനുള്ള ഒരു അവസരമാണ് നിങ്ങളുടെ മുൻപിലുള്ളത്. We have 5 main guarantees that we are putting forth here in this election. ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ നിങ്ങളുടെ മുൻപിൽ കൊണ്ടുവരുന്ന 5 പ്രധാനപ്പെട്ട ഉറപ്പുകളാണുള്ളത്. They are called Indira guarantees after Indira Gandhi ji. ഇന്ദിരാഗാന്ധിയുടെ പേരിലുള്ള ഗ്യാരണ്ടികളായ അവ ഇന്ദിരാ ഗ്യാരണ്ടി എന്നാണ് അറിയപ്പെടുന്നത്. So the first thing we guarantee is that if we make a government in Kerala, all my sisters here, you will get free travel in government buses all across the state. ഞങ്ങൾ ആദ്യം നിങ്ങൾക്ക് തരുന്ന ഉറപ്പ്, ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് ഇവിടെ അധികാരത്തിൽ വരുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരായ നിങ്ങൾ എല്ലാവർക്കും കേരളത്തിലെ സ്റ്റേറ്റ് ബസ്സുകളിൽ, KSRTC ബസ്സുകളിൽ കേരളം മുഴുവൻ സൗജന്യ യാത്ര ഉറപ്പാക്കുമെന്നതാണ് ഞങ്ങളുടെ ആദ്യത്തെ ഗ്യാരണ്ടി. The Congress party has already done this in states like Karnataka. കർണാടക പോലെയുള്ള സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് പാർട്ടി ഇത് ചെയ്തിട്ടുള്ള, നടപ്പിൽ വരുത്തിയിട്ടുള്ള കാര്യമാണ്. And my sisters are so happy that they are able to visit their relatives, go on pilgrimages, tour around the state for free. അവിടെയുള്ള എൻ്റെ സഹോദരിമാർക്ക് വളരെ സന്തോഷമാണ്. കാരണം അവിടെയുള്ള സ്ത്രീകൾക്ക് അവരുടെ ബന്ധുക്കളെ കാണാനോ, അവർക്ക് തീർത്ഥയാത്ര പോകാനോ, അവർക്ക് നാട് മുഴുവൻ കാണാനോ വളരെ സൗജന്യമായിട്ട് യാത്ര ചെയ്യാം. Our second guarantee is of rupees 1,000 per month of financial assistance to college going girls. ഞങ്ങളുടെ രണ്ടാമത്തെ ഗ്യാരണ്ടി എന്ന് പറയുന്നത് കോളേജിൽ പോകുന്ന പെൺകുട്ടികൾക്ക് ഓരോ മാസവും 1000 രൂപയായിട്ടുള്ള ധനസഹായമാണ്. Our third guarantee is of rupees 3,000 welfare pension for the elderly and the vulnerable. കേരളത്തിലെ ദുർബലരായ മനുഷ്യർക്ക്, കേരളത്തിലെ പ്രായമായ മനുഷ്യർക്ക് 3000 രൂപയുടെ ക്ഷേമ പെൻഷൻ, ഇതാണ് ഞങ്ങളുടെ മൂന്നാമത്തെ ഗ്യാരണ്ടി. Our fourth guarantee is 25 lakhs health insurance cover for every household. That means for any disease, for any family member who falls sick, whether it's cancer, whether it is a heart disease, whether it's a lung problem, whether he requires surgery, as long as it is under 25 lakhs, the government will pay for it and you will not have to pay even 1 rupee. Again, the Congress has done this in Rajasthan, and those who have relatives or friends in Rajasthan can find out that when the Congress government was there, this was done very successfully there. ഞങ്ങളുടെ നാലാമത്തെ ഗ്യാരണ്ടി എന്ന് പറയുന്നത് 25 ലക്ഷം രൂപയുടെ ആരോഗ്യ പരിരക്ഷാ സംവിധാനം. നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഹൃദയ സംബന്ധമായ അസുഖമാകട്ടെ, ശ്വാസകോശ സംബന്ധമായ അസുഖമാകട്ടെ, ക്യാൻസർ ആവട്ടെ, മറ്റേത് സാഹചര്യവുമാവട്ടെ, 1 രൂപ പോലും നിങ്ങളുടെ കയ്യിൽ നിന്ന് ചെലവാകാതെ നിങ്ങൾക്ക് 25 ലക്ഷം രൂപയുടെ ആരോഗ്യ പരിരക്ഷ ലഭിക്കും. ഇത് കോൺഗ്രസ് ഗവൺമെന്റ് രാജസ്ഥാനിൽ വിജയകരമായി നടപ്പിലാക്കിയതാണ്. നിങ്ങളുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ അവിടെ ഉണ്ടെങ്കിൽ അന്വേഷിച്ചാൽ നിങ്ങൾക്കത് കൃത്യമായി, ഞങ്ങളുടെ ഗവൺമെന്റ് ഇരിക്കുന്ന കാലത്തോളം ഇതവിടെ ഫലപ്രദമായി നടപ്പിൽ വന്ന പദ്ധതിയാണ്. The fifth guarantee is for all those young men and women who want to start a small business of their own. ഞങ്ങളുടെ അഞ്ചാമത്തെ ഗ്യാരണ്ടി എന്ന് പറയുന്നത് തങ്ങളുടേതായ ഒരു വ്യവസായം സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാരായ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വേണ്ടി, ചെറുപ്പക്കാർക്ക് വേണ്ടിയുള്ളതാണ്. If a UDF government comes in the state, then all these young men and women who want to start businesses of their own will be given an interest-free loan of 5 lakh rupees to be able to start it. UDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ കേരളത്തിലെ വ്യവസായങ്ങൾ, സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന പുരുഷന്മാരാവട്ടെ സ്ത്രീകളാവട്ടെ ചെറുപ്പക്കാർക്ക് 5 ലക്ഷം രൂപയുടെ പലിശരഹിത വായ്പ ഞങ്ങൾ നൽകുന്നതായിരിക്കും. And in addition to these 5 guarantees, I would like to announce that we will also be making a ministry for senior citizens. ഈ 5 ഗ്യാരണ്ടികൾ മാത്രമല്ല, ഇത് കൂടാതെ കേരളത്തിലെ പ്രായമായ മനുഷ്യർക്ക് വേണ്ടി, വയോജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഒരു പ്രത്യേക മന്ത്രാലയം രൂപീകരിക്കുന്നതായിരിക്കും. Because there are so many people who are older,
who are ignored. കാരണം ഇവിടെ ഒരുപാട് പ്രായമായ മനുഷ്യരുണ്ട്, അവഗണിക്കപ്പെടുന്ന ഒരുപാട് പ്രായമായ മനുഷ്യരുണ്ട്. So many people who at the end, closing to the end of their lives, have to manage by themselves, have to make ends meet or be dependent on their younger family members. ജീവിത അവസാനത്തിലേക്ക് എത്തിയിരിക്കുന്ന ഒരുപാട് ആളുകൾക്ക് അവരുടെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാൻ വളരെ ബുദ്ധിമുട്ടേണ്ടി വരുന്നു. അവർക്ക് ചെറുപ്പക്കാരായ കുടുംബാംഗങ്ങളെ ആശ്രയിക്കുന്നു. We want to give them a life of pride, of lack of dependency, of being able to stand up for themselves as well. ആരെയും ആശ്രയിക്കാത്ത അഭിമാനമുള്ള സ്വയം നിൽക്കാൻ ആവശ്യമായ ഒരു ജീവിതം അവർക്ക് പ്രദാനം ചെയ്യണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. So please, when you go to cast your vote, think about all these things that I have said. Most importantly, think about how your lives have been in the years that the LDF has ruled Kerala. And think about the fact that you need change and you need to live better lives with less struggle and less hardship. നിങ്ങൾ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർക്കുക. LDF ഗവൺമെൻറ് ഭരിച്ചുകൊണ്ടിരുന്ന ഓരോ ദിവസവും നിങ്ങളുടെ ജീവിതം എങ്ങനെയായിരുന്നു എന്ന് നിങ്ങൾ ഓർക്കുക. ഈ വക കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ വോട്ട് ചെയ്യാൻ പോവുക. നിങ്ങൾക്ക് മാറ്റത്തിൻ്റെ ഒരു ആവശ്യമുണ്ട്. Tomorrow is Good Friday and Sunday is Easter. I wish all of you a very, very happy Easter and hope that the next few days will be good for you and that you will keep in mind as you say your prayers for all those you love and all those who are close to you, and also especially for those of our countrymen who are stuck in the Middle East. Please also say a prayer for your state and pray that you will be bringing about a change in your lives, bringing about a new government and a new way of doing politics which makes you stronger, which gives your money in your own hands so that you can live a better life and a happier life. Thank you. നാളെ ദുഃഖവെള്ളിയാണ്, അതുപോലെ ഞായറാഴ്ച ഈസ്റ്ററാണ്. നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ സമയത്തും വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ കുടുംബാംഗങ്ങളെക്കുറിച്ച്, സ്നേഹമുള്ളവരെക്കുറിച്ചൊക്കെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടാവാം. നിങ്ങൾ അതുപോലെ മധ്യേഷ്യയിലുള്ള നിങ്ങളുടെ കുടുംബാംഗങ്ങൾ, അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. അതുപോലെ നിങ്ങളുടെ സംസ്ഥാനത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കുക. ഒരു മെച്ചപ്പെട്ട ഭരണം ഉണ്ടാകാൻ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പൈസ നിങ്ങളുടെ കയ്യിലേക്ക് തന്നെ കിട്ടുന്ന ഒരു ഭരണം ഉണ്ടാകണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക. I would like to call Ramya Haridas ji, Varkala Kakkar ji, Santosh Badran ji. ഞാൻ ശ്രീ രമ്യ ഹരിദാസിനെയും ശ്രീ വർക്കല കഹാജിയും ശ്രീ സന്തോഷ് ഭദ്രനെയും ഞാൻ ഇവിടേക്ക് വിളിക്കുകയാണ്. And to appeal to all of you to strengthen their hands so that they can live a life of service towards you and can show you what a good government and a good representative can do for you. Thank you. അവരുടെ കൈകൾ ശക്തിപ്പെടുത്തുക, അവർക്ക് നിങ്ങൾക്ക് കൂടുതൽ സേവനം ചെയ്യാൻ അവരെ സഹായിക്കുക. അതുപോലെ ഒരു നല്ല ഗവൺമെന്റ് എന്താണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുവാൻ വേണ്ടി അവരെ സഹായിക്കണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. നന്ദി.